ഹായ് ഓൾ, വെൽക്കം ടു ഓക്സി വെൽനസ് ന്യൂട്രാസ്യൂട്ടിക്കൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അഥവാ UTIയെയും യൂറിക് ആസിഡിനെയും കുറിച്ചാണ്. UTI പുരുഷന്മാരെക്കാളും സ്ത്രീകളിലാണ് കൂടുതലായി കണ്ടുവരുന്നത്. കിഡ്നി, ബ്ലാഡർ, യുറീത്ര, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്നിവയെല്ലാം കൂടിച്ചേർന്നതാണ് യൂറിനറി ട്രാക്ട് അഥവാ മൂത്രനാളി. ഈ യൂറിനറി ട്രാക്റ്റിൽ ബാക്ടീരിയയുടെ സാന്നിധ്യമുണ്ടായാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. 80% UTI ഉണ്ടാകുന്നത് ഈ കോളി ബാക്ടീരിയ കാരണമാണ്. വൃത്തിഹീനമായ സ്ഥലങ്ങളിൽ കണ്ടുവരുന്നതാണ് ഈ കോളി ബാക്ടീരിയ. പ്രോപ്പർ ഹൈജീൻ ഇല്ലാത്തതും ഫംഗൽ ഇൻഫെക്ഷൻസും UTIക്ക് കാരണമാകുന്നു. UTI തന്നെ പലതരത്തിലുണ്ട്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിലാണ് ഇത് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ പ്രോസ്റ്റാറ്റിറ്റിസ് എന്ന് പറയുന്നു. ഇത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കത്തിന് കാരണമാകുന്നു. തുടർന്ന് തുടരെ മൂത്രമൊഴിക്കാനുള്ള പ്രവണത ഉണ്ടാകുകയും മൂത്രത്തിൽ രക്തം കാണപ്പെടുന്ന അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുന്നു. യുറീത്രയിലാണ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതെങ്കിൽ നീറ്റലും വേദനയും അനുഭവപ്പെടുകയും എപ്പോഴും മൂത്രമൊഴിക്കാനുള്ള പ്രവണത ഉണ്ടാകുകയും ചെയ്യുന്നു. കിഡ്നിയെയാണ് ബാധിക്കുന്നതെങ്കിൽ വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. കാരണം ഇത് കിഡ്നിയുടെ സാധാരണ പ്രവർത്തനത്തെ ബാധിക്കുകയും മൂത്രത്തിൽ പതയും അതുപോലെ ദുർഗന്ധവും അനുഭവപ്പെടുകയും വിട്ടുമാറാത്ത ബാക്ക് പെയിനും ഉണ്ടാവുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ഇതിനുള്ള പരിഹാരം എന്തെന്ന് നോക്കാം. ഒന്നാമതായി വ്യക്തി ശുചിത്വം പാലിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായി പ്രോബയോട്ടിക്സ് ആയ ഭക്ഷണങ്ങൾ കഴിക്കുക, അതായത് ലാക്ടോബാസിലസ് പോലുള്ള നല്ല ബാക്ടീരിയകളുടെ പ്രസൻസ് കൂട്ടുക. അതിനുവേണ്ടി പുളിച്ച മോര് കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക. പഞ്ചസാര ചീത്ത ബാക്ടീരിയകൾ വളരാൻ കാരണമാകുന്നു. വളരെ കോമൺ ആയി കണ്ടുവരുന്ന മറ്റൊരു പ്രശ്നമാണ് യൂറിക് ആസിഡ് കൂടുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. UTIക്ക് കാരണമാവുന്നത് ബാക്ടീരിയ ആണെങ്കിൽ യൂറിക് ആസിഡ് ഉണ്ടാകുന്നത് ഭക്ഷണത്തിൽ നിന്നാണ്. നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയ പ്രോട്ടീൻ വിഘടിച്ചുണ്ടാകുന്ന പ്യൂരിനാണ് യൂറിക് ആസിഡ് ഉണ്ടാവാൻ കാരണമാവുന്നത്. പ്യൂരിൻ അമിതമായാൽ യൂറിക് ആസിഡിന്റെ തോതും വർദ്ധിക്കുന്നു. യൂറിക് ആസിഡ് അമിതമായ ജോയിന്റുകളിൽ കഠിനമായ വേദനയും തടിപ്പും അനുഭവപ്പെടുന്നു. ഇതിനുള്ള പരിഹാരമായി പ്യൂരിൻ അടങ്ങിയ ഭക്ഷണങ്ങൾ അമിതമായി കഴിക്കാതിരിക്കുക. കൂടാതെ മദ്യപാനം, റെഡ് മീറ്റ്, കക്ക ഇറച്ചി, സോയാബീൻ എന്നിവ ഒഴിവാക്കുക. ആസ്പിരിൻ പോലുള്ള മെഡിസിനുകളും യൂറിക് ആസിഡ് അമിതമാവാൻ കാരണമാവുന്നു. ലിവർ, ബ്രെയിൻ, കിഡ്നി പോലുള്ള ഓർഗൻ മീറ്റുകൾ ഒഴിവാക്കുന്നതും നല്ലതായിരിക്കും. യൂറിക് ആസിഡ് കുറയ്ക്കാൻ ഭക്ഷണം നിയന്ത്രിക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. ഇവിടെ പറഞ്ഞ UTI ആണെങ്കിലും യൂറിക് ആസിഡ് ആണെങ്കിലും നിയന്ത്രിക്കുന്നത് കിഡ്നിയാണ്. അതുകൊണ്ട് യൂറിനറി ട്രാക്ട് പ്രോപ്പർ ആണെങ്കിൽ UTI, യൂറിക് ആസിഡ്, കിഡ്നി സ്റ്റോൺ മുതലായവയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കും. മോഡേൺ മെഡിസിന്റെ പിതാവായ ഹിപ്പോക്രേറ്റ്സ് പറഞ്ഞ പോലെ നല്ല ഭക്ഷണമാണ് നല്ല ഔഷധം എന്ന കൺസെപ്റ്റിലൂടെ നല്ല ഭക്ഷണം കഴിച്ച് ഈ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയും. UTI, യൂറിക് ആസിഡ്, കിഡ്നി സ്റ്റോൺ എന്നിവക്ക് പരിഹാരമായി ഓക്സി വെൽനസ് ന്യൂട്രാസ്യൂട്ടിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡ് സപ്ലിമെന്റ് ആണ് ആയുർ യൂക്കോ മിക്സ്. ഇതൊരു മെഡിസിൻ അല്ല, ഫുഡ് സപ്ലിമെന്റ് ആണ്. ഇതിന്റെ ഡെയിലി യൂസ് കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളാണ് ഇനി പറയുന്നവ. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ തടയുന്നു, ടോട്ടൽ കിഡ്നി ഫംഗ്ഷൻ ഉയർത്താൻ സഹായിക്കുന്നു, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്നു, ബ്ലഡ് കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാൻ സഹായിക്കുന്നു, കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടാവാതിരിക്കാൻ സഹായിക്കുന്നു, പെൽവിക് റീജിയൻ ഫംഗ്ഷൻ സപ്പോർട്ട് ചെയ്യുകയും ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നു, ബാക്ടീരിയൽ ഇൻഫെക്ഷനെ തടയുന്നു, യൂറിൻ ഫ്ലോ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു. നിത്യേന നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഫുഡ് സപ്ലിമെന്റുകൾ ആവശ്യമില്ല. എന്നാൽ ഇന്ന് പ്രിസർവേറ്റീവ്സ് അടങ്ങിയ പാക്കറ്റ് ഫുഡുകളും വെജിറ്റബിൾസും മധുരത്തിന്റെ അമിത ഉപയോഗവും കാരണം ശരീരത്തിൽ നല്ല ബാക്ടീരിയകൾ നശിക്കുന്നതിനും ചീത്ത ബാക്ടീരിയകളുടെ വളർച്ചയ്ക്കും കാരണമാകുന്നു. നിത്യജീവിതത്തിൽ യൂക്കോമിക്സ് ഉപയോഗപ്പെടുത്തൂ. കിഡ്നിയുടെ ടോട്ടൽ ഫംഗ്ഷനിങ് ഉയർത്തിക്കൊണ്ട് UTI, യൂറിക് ആസിഡ് എന്നിവയിൽ നിന്ന് മോചനം നേടൂ. എല്ലാവർക്കും ആരോഗ്യസമ്പുഷ്ടമായ ജീവിതം ആശംസിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.